പ്രാക്ടീസ് ചെയ്യാൻ അനുമതിയില്ലാത്ത ആയിരക്കണക്കിന് അഭിഭാഷകരാണ് കേരളത്തിലുള്ളതെന്ന് റിപ്പോർട്ട് വരികയാണ്. വേണ്ട നടപടി സ്വീകരിക്കാതെ കണ്ണടച്ചിരുട്ടാക്കുകയാണ് ബാർ അസോസിയേഷനുകൾ. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തുന്ന അഖിലേന്ത്യാ ബാർ പരീക്ഷ വിജയിക്കാനാവാത്തവരാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരോടുൾപ്പെടെ അസഹിഷ്ണുതയും ഗുണ്ടാ പ്രവർത്തനവും കാണിക്കുന്നതെന്നാണ് അഭിഭാഷകരിൽ ചിലർ പറയുന്നത്. സംസ്ഥാനത്ത് അഭിഭാഷകർ നിയമം കയ്യിലെടുക്കുന്നത് പതിവാവുകയാണ്. കൊച്ചിയിലെ ഹൈക്കോടതിയിലും തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലുമാണ് അഭിഭാഷകരുടെ ഈ ആക്രമണ പ്രവർത്തനം ആവർത്തിക്കുന്നത്. ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ വഞ്ചിയൂരിൽ അഭിഭാഷകർ തെറി വിളിച്ചോടിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കോടതി വളപ്പിൽ ഗുണ്ടായിസം കാണിക്കുന്ന ഈ അഭിഭാഷകരിൽ പലരും നിയമപരമായി പ്രാക്ടീസ് ചെയ്യാൻ പോലും യോഗ്യതയില്ലാത്തവരാണെന്ന് തെളിയിക്കുന്ന പട്ടികയാണ് കേരള ബാർ കൗൺസിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച പുറത്തുവിട്ടത്. കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ബാർ അസോസിയേഷനുകൾ അയോഗ്യരായ അഭിഭാഷകർക്കൊപ്പമാണെന്നാണ് ദുരന്തം. സംസ്ഥാനത്തെ വിവിധ കോടതികളിൽ എൻറോൾ ചെയ്ത എന്നാൽ പ്രാക്ടീസ് ചെയ്യാൻ യോഗ്യതയില്ലാത്ത 1157 അഭിഭാഷകരുടെ പ്രാഥമിക പട്ടികയാണ് കേരള ബാർ കൗൺസിൽ പുറത്തുവിട്ടത്. 2010 ജൂലൈ മുതൽ 2021 ഡിസംബർ വരെയുള്ള കാലയളവിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ 19 പരീക്ഷകൾ നടത്തിയിട്ടും വിജയിക്കാനാവാത്ത 1157 പേരാണ് സംസ്ഥാനത്തെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. 2010 ജൂലൈക്ക് ശേഷം നിയമബിരുദം നേടി അഭിഭാഷകരായി എൻറോൾ ചെയ്തവരെല്ലാം 2 വർഷത്തിനകം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തുന്ന AIB പരീക്ഷ പാസ്സായിരിക്കണമെന്നാണ് നിയമം. പരീക്ഷ വിജയിക്കാത്തവർക്ക് വക്കാലത്തെടുക്കാൻ അനുമതിയില്ല. ഏപ്രിൽ 12 ചേർന്ന ബാർ കൗൺസിൽ യോഗത്തിൽ ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയോഗ്യരായവരുടെ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയത്. പരീക്ഷ പാസ്സാകാത്തവരുടെ പ്രാഥമിക പട്ടികയിൽ ആക്ഷേപമുള്ളവർ 1 മാസത്തിനകം അറിയിക്കണമെന്നും ബാർ കൗൺസിൽ ഓഫ് കേരള വ്യക്തമാക്കുന്നു. AIB പരീക്ഷ എഴുതി വിജയിക്കാനാവാത്തവരാണ് നീതിപീഠത്തിന് അതീതമായി തെരുവിൽ നിയമം കയ്യിലെടുക്കുന്നതെന്നാണ് ആക്ഷേപം. നിയമം കയ്യിലെടുക്കുന്ന വക്കീലന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കോടതികളും ഭരണകൂടവും ഭയക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. ഇനി ഏതൊക്കെ കോടതികളിൽ നിന്നും അയോഗ്യരായ അഭിഭാഷകർ എത്രയെന്നും അറിയണ്ടേ? കേരള ഹൈക്കോടതിയിൽ മാത്രം 228 പേരാണുള്ളത്. തിരുവനന്തപുരത്ത് 171, എറണാകുളം ജില്ലാ കോടതിയിൽ 125, കോഴിക്കോടും 125, തൃശ്ശൂരിൽ 53 പേരുമാണുള്ളത്. അയോഗ്യരായവർ നീതിപീഠത്തിന് മുൻപിൽ വിലസുകയാണ്.